അഹിംസ. എന്താണ് അഹിംസയുടെ അർത്ഥം? അഹിംസയെന്നാൽ സാധ്യമാണെങ്കിൽ പോലും പകരം വേദനിപ്പിക്കാതിരിക്കൽ. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ തിരിച്ചും അവരെ വേദനിപ്പിക്കരുത്. പകരം അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. എന്നിട്ട് അവർക്ക് അഹിംസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ചിലപ്പോൾ നമുക്ക് തോന്നും തിരിച്ചും അവരെ വേദനിപ്പിച്ചാൽ ഒരു പാഠം പഠിപ്പിക്കാൻ സാധിക്കുമെന്ന്. അത് സത്യമല്ല. അവർക്ക് മാപ്പ് കൊടുക്കുമ്പോൾ അവർ ഒരു പാഠം പഠിക്കും. എന്നാൽ അങ്ങനെ ജീവിക്കുന്നവരെ തരം താണവരായി കാണരുത്. അങ്ങനെ ജീവിക്കുന്നവർ ശക്തരും ധൈര്യശാലികളും ആയിരിക്കും. ഈ കഥയിൽ ഒരു കുട്ടി അഹിംസയെ പിന്തുടരുന്ന ഒരു സിംഹത്തെ തരക്കുറവായി കാണുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് നേരിൽ കണ്ടു നോക്കൂ. അഹിംസ. ഒരു ഗ്രാമത്തിനരികിലുള്ള കാട്ടിൽ ഒരു സന്യാസി വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ഓമനയായ ഒരു സിംഹവും ഉണ്ടായിരുന്നു. ഹേയ്, നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. നീ ഒരു വന്യമൃഗമാണെങ്കിലും ആരെയും നീ ആക്രമിക്കുന്നില്ല. സിംഹത്തെക്കുറിച്ചറിഞ്ഞ ഗ്രാമവാസികൾ അതിനെ കാണാനുള്ള അവസരം ഒരിക്കലും പാഴാക്കാറില്ല. ഒരിക്കൽ ഒരച്ഛനും മകനും ആ ആശ്രമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അച്ഛാ, നമ്മൾ പറഞ്ഞു കേട്ട സിംഹം ഇവിടെ ഉണ്ടാവുമോ അച്ഛാ? അതെ, അത് സന്യാസിയുടെ കൂടെ ആശ്രമത്തിൽ ഉണ്ടാവും. എനിക്ക് സിംഹത്തെ കാണണം. അച്ഛൻ മകനെ കൊണ്ടുപോയി. ഞാനതിന്റെ അടുത്ത് പൊക്കോട്ടെ അച്ഛാ? പോയിക്കൊള്ളൂ മോനെ. അതിനെ തൊട്ടോട്ടെ അച്ഛാ? ശരി, തൊട്ടോ മോനെ. അവൻ സിംഹത്തിന്റെ അടുത്തു ചെന്ന് അതിനെ തൊട്ടു. ഇവൻ മഹാപാവമാ. ഞാൻ ഇവനെ ഒന്ന് കളിപ്പിക്കട്ടെ. അവൻ സിംഹത്തെ ഒരു വടിയെടുത്ത് അടിച്ചു. വേണ്ട, ഉപദ്രവിക്കരുത്, എന്നെ അടിക്കരുത്. സിംഹത്തിന്റെ നെറ്റിയിൽ മുറിവ് പറ്റി. പതുക്കെ സിംഹത്തെ ഉപദ്രവിക്കുന്നത് കുട്ടികൾ ഒരു ശീലമാക്കി മാറ്റി. എനിക്ക് വിഷമമുണ്ട്. കുട്ടികൾ നിന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു. എന്നിട്ടും നീ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത്? പക്ഷേ ഇപ്പോൾ ഞാൻ ദയ കാണിക്കാൻ ശീലിച്ചിരിക്കുന്നു. എനിക്കാരെയും വേദനിപ്പിക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല. നീ ആരെയും വേദനിപ്പിക്കേണ്ട കാര്യമില്ല. വെറുതെ ഗർജിക്കണം. അവരെ ആക്രമിക്കുന്ന പോലെ അഭിനയിക്കണം. പിന്നീട് ഒരിക്കലും അവർ നിന്നെ വേദനിപ്പിക്കില്ല. അടുത്ത ദിവസം ആ കുട്ടി ഒരു വടിയുമായി സിംഹത്തിനടുത്ത് വന്നപ്പോൾ സിംഹം ഗർജിച്ച് ആ കുട്ടിയെ ആക്രമിക്കുന്നത് പോലെ അഭിനയിച്ചു. പെട്ടെന്ന് ആ കുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. അന്നു മുതൽ സിംഹത്തെ ഉപദ്രവിക്കാൻ എല്ലാവരും ഭയപ്പെട്ടു. ബാക്കിയുള്ള കാലം സിംഹം സന്യാസിയോടൊത്ത് സന്തോഷത്തോടെ ജീവിച്ചു. സേജ്. ജ്ഞാനിയും വിശ്വസ്തനുമായ ഒരാത്മീക പുരുഷൻ. പ്രാങ്ക്സ്. വിനോദത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ. സഫർ. കഷ്ടപ്പാടും വേദനയും. അങ്ങനെ കഥകൾ തീർന്നു കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പല കഥകൾ കണ്ടു, ജീവിതത്തിന്റെ പല മൂല്യങ്ങളെക്കുറിച്ചും പഠിച്ചു. നിങ്ങൾ ഒരിക്കലും ഇവ മറക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. സ്വന്തം ജീവിതത്തിലും ഇവ ഉപയോഗിക്കും എന്നും. ഇപ്പോൾ വിട പറയാൻ സമയമായിരിക്കുന്നു. ഹേയ്, നിങ്ങൾ എങ്ങോട്ട് പോന്നു? സമയമായത് എനിക്കാണ്, നിങ്ങൾക്കല്ല. ഞങ്ങളുടെ മറ്റു കഥകളും കണ്ടുകൊണ്ടിരിക്കൂ. ഹാവ് എ നൈസ് ടൈം. ബൈ.